ചെറുകഥ. പേര് കാട്ടുനീതി. രചനയും അവതരണവും വക്കച്ചൻ എടക്കാട്. തേന്മല ഗ്രാമത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ആ കോളനി. ഇടതൂർന്ന വനമാണ് ചുറ്റും. വൻമരങ്ങൾ വാനമുട്ടെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. പ്രാക്തന ഗോത്രത്തിൽപ്പെട്ടവര കോളനിയിൽ താമസം. 10-15 വീടുകളുണ്ട്. കുട്ടിപ്പാലനാണ് മൂപ്പൻ. ഏകദേശം 65 വയസ്സ്. പക്ഷേ അരോഗദൃഢഗാത്രൻ. ഉരുണ്ടു കൊഴുത്ത കൈകാലുകൾ, രോമം മുറ്റിയ വിരിഞ്ഞ മാറിടം, സ്പ്രിങ് പോലെ ചുരുണ്ടു നീണ്ടു കിടക്കുന്ന മുടി, തീഷ്ണമായ കണ്ണുകൾ. കുടിലിലുള്ളവരുടെ പരാതി കേൾക്കുകയും വിധി പറയുകയും ചെയ്യുന്നത് മൂപ്പനാണ്. കുടികൾക്ക് അരികിലുള്ള ആൽമരച്ചുവട്ടിൽ മലദൈവങ്ങളെ കുടിയിരുത്തിയത് മൂപ്പനാണ്. ആഴ്ചയിലൊരിക്കൽ ദൈവങ്ങളുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളും, കോഴിവെട്ട് നടത്തും. ചോര ഊറ്റിക്കുടിക്കുന്ന മൂപ്പനെ കണ്ടാൽ ഒരു രക്തരക്ഷസാണെന്നേ തോന്നൂ. ആ സമയത്ത് കണ്ണുകളിൽ ക്രൗര്യത്തിൻ്റെ തീക്കനലുകൾ കത്തും. വയറു നിറയെ പട്ടച്ചാരായം കുടിക്കും. കഞ്ചാവ് ബീഡി തിരുതെരെ പുകച്ചു തള്ളും. പക്ഷേ മൂപ്പന് ഒരു കുലുക്കവും ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല. പക്ഷെ കുറച്ചു നാളായി മൂപ്പൻ മൂകനാണ്. കണ്ണുകളിലെ തിളക്കവും കെട്ടുപോയി. ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. ഇപ്പോൾ മലദൈവങ്ങളുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളാറില്ല. കോഴി വെട്ടി ചോര കുടിക്കാറുമില്ല. കോഴിവെട്ടിന് ഉപയോഗിച്ചിരുന്ന കത്തി കുടിലിനടുത്തുള്ള വെള്ളാരം കല്ലിൽ ഇടയ്ക്കിടയ്ക്ക് തേച്ച് മൂർച്ച വരുത്തും. വായ്ത്തലയ്ക്ക് നല്ല മൂർച്ചയുണ്ടോ എന്ന് വിരലുകൾ ഓടിച്ചു നോക്കും. പിന്നെ സംതൃപ്തിയോടെ ഒരു കുത്ത് പുകയില വായിലിട്ട് ചവച്ച് നീട്ടി തുപ്പും. അത് കഴിഞ്ഞ് വായ കഴുകി ചാരായം മോന്തും. മൂപ്പാ, ദൈവങ്ങൾ കോപിക്കും. കോഴിവെട്ട് വേണ്ടാന്നാണോ? ചോദിക്കുന്നവരുടെ നേരെ ക്രുദ്ധനായി നോക്കിയിട്ട് മൂപ്പൻ മുരളും. ഒരു ദിവസം വെട്ട് നടത്താൻ വരട്ടെ, ഓൻ വരട്ടെ. കോളനി മൂപ്പൻ ഇങ്ങനെ ആകാനുള്ള കാരണം മറ്റു കുടിക്കാർക്കറിയാം. അവരുടെ നെഞ്ചിലും നീറ്റലുണ്ടാവും, അണയാത്ത നീറ്റൽ. പട്ടിണിയായ മലദൈവങ്ങളെ ദുഃഖത്തോടെ നോക്കി നിന്നിട്ട് അവരും മൂകരായി തിരിഞ്ഞു നടക്കും. മറ്റു കുടിക്കാരെല്ലാം കൂർക്കം ഉറങ്ങുമ്പോൾ വാറ്റുചാരായം മോന്തി മൂപ്പനും ഉറങ്ങാൻ കിടക്കും. ഉറക്കം വരണ്ടേ? ചീവിടുകളുടെ ചെകിടടപ്പിക്കുന്ന ശബ്ദവും കുറുക്കന്മാരുടെ ഓലിയിടലും കേട്ടുകിടക്കും. ഇടയ്ക്കിടയ്ക്ക് ദൂരെ നിന്നും ആനകളുടെ ചിഹ്നം വിളിയും കേൾക്കാം. അട്ടുദ്രവിച്ച മേൽപ്പുരയുടെ ഓടുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന അരണ്ട നിലാക്കീറിനുള്ളിൽ അവൾ ഉണ്ടോയെന്ന് തുറച്ചു നോക്കി അങ്ങനെ കിടക്കും. എൻ്റെ പുന്നാരമുത്ത് ചിരിതമോൾ. അവൾക്ക് എണ്ണക്കറുപ്പിൻ്റെ 7 അഴക്. കാണാൻ ചൊറുചൊറുക്കുള്ള മുഖം, നീണ്ടു ചുരുണ്ട മുടി. ഓള് ചിരിച്ചുകൊണ്ട് മുന്നിലെത്തിയ മലദേവത വന്നെന്ന് തോന്നും. ഓർമ്മയുടെ പച്ചപ്പ് മൂപ്പൻ്റെ ഉള്ളിൽ നാം വിട്ടു. കാട്ടിൽ കൂപ്പിലേലം നടക്കുന്നുണ്ട്. കോളനിയുടെ തെക്കേ ചെരുവിലെ കൂപ്പ് പിടിച്ചത് വറീദ് മുതലാളിയാ. ഓന് കൊറ്റി തലമുടിയാ, തുറിച്ച കണ്ണുകളും കുടവയറും. ഒരു കുള്ളൻ ചെറുപ്പക്കാരൻ. കൂപ്പിലെത്തുമ്പോൾ കൂടെ ഏമാനും ഉണ്ടാവും. ഫോറസ്റ്റർ ചാക്കോ വരുമ്പോൾ മുന്തിയ പുകല തരും. എൻ്റെ സന്തോഷം കാണാനാ. പുകല കയ്യിൽ തരുമ്പോൾ വറീദ് മുതലാളി ചിരുതേനെ നോക്കി ചിരിക്കും. ഏമാനും കളി പറയും. ചിലപ്പോൾ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഓലൊക്കെ വലിയ വലിയ ആൾക്കാർ. കൂപ്പ് പണിക്ക് കോളനിയിൽ നിന്നുള്ളവരെയും മുതലാളി കൂട്ടും. നല്ല ചുറുചുറുക്കുള്ളവനാ വെള്ളൻ. ഓനും പണിക്കിറങ്ങും. വെള്ളനെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഓൻ കുടിക്കും, പക്ഷെ മൂക്കറ്റം കുടിക്കില്ല. പുകല ചവയ്ക്കില്ല. ദിവസവും കാട്ടുതേൻ എടുക്കും. അടുത്തുള്ള തേന്മല അങ്ങാടിയിൽ നിന്ന് വിറ്റ് വരുമ്പോൾ നല്ല പുകല കൊണ്ടത്തരും. ചിരുതയ്ക്ക് കുറിക്കാൻ നുറുക്ക് കൊണ്ടുവരും. ചിരുതയും വെള്ളനും നല്ല ചേർച്ചയാണ്. തോന്നിയിട്ടുണ്ടങ്ങനെ. അതുകൊണ്ട് വെള്ളനെ കാണുമ്പോൾ ചിരുതേൻ്റെ മുഖത്തുണ്ടാവണ നാണം കാര്യമാക്കാറില്ല. അവരുടെ കളിചിരി കണ്ടില്ലാന്ന് വെക്കും. ഒന്നും മനസ്സിലാകാത്ത പൊട്ടനെപ്പോലെ പുകല ചവച്ചു തുപ്പിയിരിക്കും. മൂക്ക് വെള്ളനെക്കൊണ്ട് മുണ്ടു കൊടുപ്പിക്കണമെന്ന് കരുതിയതാ. പക്ഷേ ഇന്നേക്ക് 30 ദിവസമായി. സന്ധ്യാനേരത്ത് താഴേന്ന് വലിയ ഒച്ച കേട്ടു. ആരൊക്കെയോ കൂക്കി വിളിക്കുന്നു. കാതു വട്ടം പിടിച്ചപ്പം തോടിൻ്റെ അക്കരയെന്നാന്ന് തോന്നി. മലദൈവങ്ങളെ, എന്താ അത്? ചിരുത വെള്ളം മുക്കാൻ പോയിട്ടുണ്ട്. കാത്തോണെ ഇറങ്ങി ഓടിച്ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച, വെള്ളനെ ചാക്കോ, ഏമാനും വറീദ് മുതലാളിയും കൂടെ ഒരു മരത്തേൽ പിടിച്ചു കെട്ടി ഇട്ടിട്ടുണ്ട്. തലയുടെ പുറകിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. തല അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വെട്ടിച്ച് എന്തൊക്കെയോ ഓൻ ഒച്ച വെക്കുന്നുണ്ട്. പുറത്തു വരണില്ല. വായിൽ നിറയെ തുണി തിരിയിട്ടുണ്ട്. മൂപ്പാ, അത് കണ്ടോ? ഇവൻ്റെ പണിയാ. ഞങ്ങളാ ഇവനെ പിടിച്ചു കെട്ടിയിട്ടത്. ഏമാൻ ചൂണ്ടിയ ദിക്കിൽ ഞാൻ നോക്കി. ഏമാൻ്റെ
ഏനൻ്റെ പുന്നാര മോള് ചോരയിൽ കുളിച്ച് കിടക്കണ്. മുണ്ടും ബ്ലൗസും കീറി ദൂരെ കിടക്കണ്. ദൈവങ്ങളെ, ചതിച്ചോ? ഓടിച്ചെന്ന് കോരിയെടുത്തു. ഓളുടെ തല വാഴത്തണ്ട് പോലെ ഒടിഞ്ഞു തൂങ്ങി. ചിന്തയിൽ അഗ്നി പടർന്നപ്പോൾ വെള്ള എന്നലറിക്കൊണ്ട് മൂപ്പൻ ചാടി എണീറ്റു. വലങ്കൈയിൽ നീണ്ടുവളഞ്ഞ വെട്ടുകത്തിയുടെ വായ്ത്തല തിളങ്ങി. പുറത്തേക്ക് തുറച്ചു നോക്കിയ മൂപ്പൻ ഇരുളിൽ കത്തി ആഞ്ഞു വീശി നിന്ന് കിതച്ചു. അപ്പോൾ ആ കണ്ണുകളിൽ കൂരിരുളിനെ കീറിമുറിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറുന്നുണ്ടായിരുന്നു. വയ്യ, ഇനി വയ്യ. വിവശനായി വെള്ളൻ പാറയുടെ മുകളിലിരുന്നു. വിശപ്പും ദാഹവും നന്നേ തളർത്തി. 1 മാസമായി കാട്ടിലൂടെ അലയുന്നു. ആർക്കും പിടികൊടുക്കാതെയുള്ള അലച്ചിൽ. കാട്ടുകിഴങ്ങും ഞരളവള്ളി വെട്ടിയാൽ ഒഴുകുന്ന ഇത്തിരി ജലവുമാണ് വെള്ളൻ്റെ വിശപ്പടക്കിയത്. നേരം ഇരുട്ടിക്കഴിഞ്ഞു. എങ്കിലും വെള്ളനു പേടിയാണ്. ആരെങ്കിലും തന്നെ കണ്ടാൽ മൂപ്പൻ്റെ മുമ്പിൽ എത്തണേന് മുമ്പ് പോലീസ് പിടിച്ചാലോ? അല്ല, ഈ കാട്ടിലൊക്കെ പോലീസുകാരുണ്ടാവുമോ? ഉറപ്പിക്കണ്ട. ഫോറസ്റ്റേമാൻ്റെ കൂടെ വേഷം മാറി വന്ന് ഒളിച്ചിരിപ്പുണ്ടാവും. ഓർത്തപ്പോൾ വെള്ളന് നെഞ്ചിനുള്ളിൽ ഇടിത്തീ വീണു. പാറയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കൊങ്ങിണി ചെടികൾക്കടിയിലേക്ക് അവൻ ചൂഴ്ന്നു കയറി. കാടിൻ്റെ ഭീകരത വെള്ളൻ അറിയില്ല. അവൻ കാടിൻ്റെ സന്തതിയാണ്. യക്ഷികളെയോ പിശാചുക്കളെയോ പേടിയില്ല. പക്ഷേ മലദൈവങ്ങളെ പേടിയാണ്. രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ളവരാ അവർ. മലദൈവങ്ങളെക്കാൾ ഇന്നവൻ പേടിക്കുന്നത് നാട്ടിലെ മനുഷ്യരെയാണ്. ചെയ്ത്താന്മാർ അവൻ സ്വയം പിറുപിറുത്തു. പാറയിൽ തൊട്ടുഴിഞ്ഞൊഴുകുന്ന തോട്ടിലെ കളകള ശബ്ദം അവനെ അസ്വസ്ഥനാക്കി. ഈ പാറയുടെ മറവിലിട്ടാണ് ഏമാനും മുതലാളിയും കൂടെ ചിരുതേനെ. ഓർത്തപ്പോൾ അവൻ വിങ്ങിപ്പൊട്ടി. സന്ധ്യാനേരത്ത് ഓള് വെള്ളം മുക്കാൻ വന്നതാ. അരണ്ട നിലാവെളിച്ചത്തിൽ കുടില് കാണാം. കാലുകൾക്ക് വേഗത പോരെന്ന് വെള്ളന് തോന്നി. കുന്നുകയറി ഓടിച്ചെല്ലാൻ നോക്കി. കഴിയണില്ല. ദേഹം പറ്റ തളർന്നിട്ടുണ്ട്. വേച്ച് വെള്ളൻ കുടിലിൻ്റെ ഉമ്മറത്തെത്തി. അരണ്ട വെളിച്ചത്തിൽ കുടിലിൻ്റെ തൂണും ചാരിയിരിക്കുന്ന കറുത്ത രൂപം. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അത് മൂപ്പനാണ്. മൂപ്പാ, ഞാൻ വന്നു. വെള്ളൻ. ചിരുതേനെ മുഴുമിപ്പിക്കാൻ വെള്ളന് കഴിഞ്ഞില്ല. കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വന്ന മൂപ്പൻ വെള്ളൻ്റെ വായ പൊത്തി. കഴുത്ത് ബലമായി കക്ഷത്തിലിടുക്കി. വലങ്കൈയിൽ വെട്ടുകത്തിയുടെ വായ്ത്തല തിളങ്ങി. നേരം വെളുത്തപ്പോൾ കോളനിക്കാർ ഞെട്ടി. ചോര കുടിച്ച് വീർത്ത മലദൈവങ്ങൾ. ബാക്കി വന്ന ചോര ചുറ്റിലും ഒഴുകിക്കിടക്കുന്നു. തൊട്ടടുത്ത് വെള്ളൻ്റെ തല. ബാക്കി എവിടെ? കണ്ടു. അവരെല്ലാം ഓടിക്കൂടി. പിന്നെയും ഓടിക്കൂടി കണ്ടു. ചിരുതേനേയും വെട്ടി മൂടിയിട്ടെടുത്ത് വെള്ളൻ്റെ ഉടൽ മലർന്നടിച്ച് വിറങ്ങലിച്ച് അങ്ങനെ കിടക്കുന്നു.